Guys. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ പാർട്ട് 2 ഇടാന്ന് പറഞ്ഞിട്ട് പോയത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമായിരുന്നു വീഡിയോ ഇടാൻ പറ്റും. മെയിനായിട്ട് എനിക്ക് നല്ല മടി പിടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ലോങ് വീഡിയോ. പിന്നെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ഇന്ത്യയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഗെറ്റ് റെഡി ഒക്കെ എടുക്കണം വിചാരിച്ചതായിരുന്നു, പക്ഷേ ആകെ ഹറിബറി ഇട്ട് എല്ലാവരും പാടല്ലപ്പോൾ. അപ്പോൾ അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ് ഇതാണ്, ഒരു കോഡ് സെറ്റാണ് കേട്ടോ. നമ്മുടെ വില്ലയുടെ അവിടെ തന്നെ ആയിട്ട് കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ നമ്മൾ എല്ലാവരും മാറ്റിയപ്പോൾ അവിടുന്ന് ഫോട്ടോസ് അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു 11:30 ആകുമ്പോഴായിരുന്നു ഫുഡ് കഴിക്കാൻ പോയിടത്താണെങ്കിലോ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ സ്റ്റുഡൻസും ഫാമിലീസും ഒക്കെ. ഫുഡൊക്കെ അവിടെ ബൊഫേ പോലെ ഇരുന്നു. ഏകദേശം എനിക്കിത് കണ്ടപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുമല്ലോ, അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഇത് കിട്ടിയിരുന്നത്. അപ്പോൾ ഫുഡിന് എന്തോ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭൂരി, അതുപോലെ പുട്ട്, പിന്നെന്താ ഇഡ്ഡലി, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഭൂരിയും അതുപോലെ പുട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെന്തോ ഇഡ്ഡലി മാത്രം ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കിട്ടിയിരുന്നു. പിന്നെ ചായ നല്ല അങ്ങനെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കുന്ന ടൈമിലാണ് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ പോയാൽ എന്തായാലും നല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പ്ലേസസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയത് സൂസൈഡ് പോയിന്റിലേക്കായിരുന്നു. സംഭവം അവിടെ ഇങ്ങനെ സൂസൈഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. മേലെ നിന്ന് നോക്കുമ്പോൾ ഫുൾ വൈറ്റ് കളറായിരുന്നു കേട്ടോ. ഈ കോട അങ്ങനെ മൂടി കെട്ടിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ അവരെന്തോ ഗ്രില്ലൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാൻ മാത്രം ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് എവിടെ പോയാലും ഇതുപോലെ കുറേ ഷോപ്പുകളുണ്ടാവും. നമുക്ക് പർച്ചേസിങ്ങിൻ്റെ ഏരിയ ആയിട്ട് കുറേ ഷോപ്പ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ എന്തോ വേഫർ റോളൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ട് ആർക്കും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ആ പ്ലേസ്. അപ്പോൾ പിന്നെ നമ്മൾ അധികം നേരം നിന്ന് ടൈം കളയണ്ടാച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകുക. ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ നിന്ന് തന്നെ പർച്ചേസിംഗ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കീ ചെയിൻ മേടിച്ച് അവിടെ നമ്മൾ അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഉണ്ട് നല്ല ബ്ലോക്ക്. കുറേ നേരം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ആ ബ്ലോക്കിൽ പെട്ട് കുറേ നേരം ബ്ലോക്കിൽ പെട്ടപ്പോൾ നമുക്കും ചടച്ച്. കുറേ ആൾക്കാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളും ഇറങ്ങി നടക്കാൻ കുറച്ചും കൂടി നടക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് അങ്ങോട്ട് അലോഡ് ആയിരുന്നില്ല. നമുക്ക് വണ്ടികൾക്ക് മാത്രമായിരുന്നു അലോഡ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് കമ്പം പുഴുങ്ങിയതും പിന്നെ മാങ്ങ അതുപോലെ മുളകൊക്കെ ഇട്ടതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഈ ഫോറസ്റ്റിൽ കയറിയോണ്ട് തന്നെ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല അവിടെ. കാര്യമായിട്ടായിരിക്കും വിശപ്പില്ല. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാനും ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കൊടുന്ന കുറേ ബിസ്ക്കറ്റും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗുണാക്കി. ഇവിടെ പിന്നെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇതാ ഫിലിം ഇറങ്ങിയതിന് ശേഷം ഇവിടേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മൾ ശരിക്കും വണ്ടറടിച്ച്. എന്താ കാര്യം നിങ്ങൾ തന്നെ കണ്ടോളി. അവിടെ മറ്റേ ശരിക്കും നമ്മൾ വല്ല എക്സ്പോക്കോ അല്ലെങ്കിൽ പൂരത്തിനൊക്കെ പോയാണ്ടാവില്ല, ആകെ ആളും ബഹളമൊക്കെ ആയിട്ട് അതേപോലെ ഇരുന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്തേ
ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരേ ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളൂ, കുരങ്ങന്മാരുടെ ശല്യം നന്നായിട്ടുണ്ടാവും. ഈ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നേരിട്ട് കാണാൻ. അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ റീൽസിലേക്ക് വേണ്ടിയിട്ട് എടുത്തു. എല്ലാവരോടും നാച്ചുറലായിട്ട് നിൽക്കാൻ പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചിട്ട് ഓവറാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെ അവിടുത്തെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ ആയിട്ട് അവിടെ നമ്മൾ ഇറങ്ങി. നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴക്കാരെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്. ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നിറച്ച് വണ്ടികളും ആൾക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. എന്താണെന്നറിയില്ല, നമ്മുടെ ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നു. അവിടെ എത്തുമ്പോഴേക്കും അത് അടച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസിങ് ടൈം 5 മണിയായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയതും 5 മണിക്ക് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അടക്കാണ്ടിരിക്കില്ല. പിന്നെ നല്ല മഴയും പെയ്ത്. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള ഒരു ഷോപ്പിൽ ഇങ്ങനെ കയറിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ആരും ഫുഡ് കഴിച്ചിട്ടും ഉമ്മാരൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നൂഡിൽസും പിന്നെ അവിടെ നിന്ന് എന്തോ അരിനുറുക്കോ അങ്ങനെ എന്തോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ട് വണ്ടിയിലേക്കും കൊണ്ടെടുത്ത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച്. കുറേ പ്ലേസ് ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് പറ്റണ പോലെ നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് പിന്നെ നമ്മൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. Guys, അങ്ങോട്ട് ഓടിക്കോ. വ്യൂ ഫോർ 9. ലാസ്റ്റ് നമ്മൾ പോയത് റോസ് ഗാർഡനിലേക്ക് ഇരുന്ന്. ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നഷ്ടമായിരുന്നു. കാരണം നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. കുറേ ഗാർഡൻസും പിന്നെ അതുപോലെ ചിൽഡ്രൻസിൻ്റെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ചിൽഡ്രൻസിൻ്റെ പാർക്കാണെങ്കിലും നമ്മളാണ് അതിൽ കയറി. അവിടെ നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഏകദേശം ഇരുട്ടാവാറൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിറ്റിയുടെ കുറവ് നല്ലുണ്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഒരു ഷോപ്പിൽ നിന്ന് എല്ലാവരും ചായ ഒക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് അവിടുന്ന് സ്നാക്സും കുറേ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴി ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ, കാരണം ഇനി നമുക്ക് എവിടെയും പോകാനില്ലല്ലോ, നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ പിന്നെ വെറുതെ ഇറങ്ങിയതായിരുന്നു. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം നമ്മൾ നേരെ പോകുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ്. 12 മണിയൊക്കെ ആയിക്കണം നമ്മൾ ഫുഡ് കഴിക്കാൻ. കാരണം ഈ തമിഴ്നാട് ഏരിയ ആയതുകൊണ്ട് നല്ലൊരു ഹോട്ടലൊന്നും കിട്ടാണ്ട് നമ്മളിപ്പോൾ കയറിയിട്ടുള്ള ഹോട്ടലിലും ഫുഡൊന്നും തീരെ പോരാ. നമ്മൾ ഉള്ളത് പറയുകയാണ്, എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഇത് ആ ഒരു ഗ്രേവി ആണെങ്കിലും അതെ ചിക്കൻ ആണെങ്കിലും ഒന്നും ഇഷ്ടമായിട്ടില്ല. നമ്മൾ നെയ്ച്ചോറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറും അച്ചാറും കൂട്ടിയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചെന്ന് പറയാം. സ്പെഷ്യൽ വണ്ടി കയറിയിട്ട് നമ്മൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ വൈബാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ സോങ്ങും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ സോങ്ങൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, കുറേ ക്ലിപ്സൊക്കെ എൻ്റെ നിന്ന് പോയി. സോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.